പ്രദേശം എന്ന് വെച്ചാൽ ഈ തെക്കൻ കർണാടകയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഈ തെക്കൻ കർണാടക എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സംഭവം. ഇപ്പം ഈ നമ്മളിപ്പം ബി ജെ പി ഓൾ ഇന്ത്യ അടുത്ത് തന്നെ വലിയ ആകുന്നതിന് മുമ്പ്, അല്ല കേരളത്തിൽ വലിയ ചർച്ചയാവുന്നതിന് മുമ്പ് തന്നെ മഞ്ചേശ്വരത്ത് പലപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ രണ്ടാമതെത്തി ആരാന്ന് നോക്കുമ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ രണ്ട് സ്ഥലത്തും മിക്കവാറും പിന്നെ ഇവർ രണ്ടാമതെത്തും. ബി ജെ പി സി പി എം മൂന്നാമതായിരിക്കും, എൽ ഡി എഫ് മൂന്നാമതായിരിക്കും. അന്നേ എന്നെ ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതേപോലെ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം. അപ്പോൾ ആ ഒരു കൾച്ചറൽ ബെൽറ്റാണ് അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശക്തമായ സ്വാധീനമുണ്ട്. പിന്നെ ബി ജെ പിക്കാർ അന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ട് ഇവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ബി ജെ പിക്കാരും ജയിക്കേണ്ട, ഇവിടെ വർഗീയവാദി ജയിക്കേണ്ട എന്ന രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് വയ്ക്കുന്നു എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്ര യാഥാർത്ഥ്യം നമുക്കറിയില്ല, നമ്മൾ ഇതിലൊന്നും കയറുന്നില്ലല്ലോ. ഏതായാലും ഈ തെക്കൻ കർണാടകയുടെ ഈ കാനറ ജില്ലയുടെ ഭാഗം എന്ന രീതിയിൽ മുമ്പ് ബന്ധമുണ്ടായിരുന്ന സ്ഥലം എന്ന രീതിയിൽ അവർക്ക് ബി ജെ പി ശക്തമായ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇനി ജയിക്കുകയോ തോൽക്കുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ഘടകങ്ങളിരിക്കും. സ്ഥാനാർത്ഥി ഉണ്ടാവും, പിന്നെ നമ്മുടെ സുരേന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നിർണായകമാണ്. പക്ഷേ ഇത്തവണ അതിനപ്പുറമായിട്ട് SIR ഒക്കെ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. മഞ്ചേശ്വരത്ത് ഈ കള്ളവോട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമയമാണ് ഈ 2021 16 തെരഞ്ഞെടുപ്പ്. അല്ല, മഞ്ചേശ്വരം ആ മേഖലയിൽ നിന്ന് അങ്ങനെ മാത്രം കള്ളവോട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും വളരെ വിജിലൻ്റാണ്. പിന്നെ ചില പാർട്ടി ഇത്തവണ ഉണ്ടാകില്ല, ഇത്തവണ ഇല്ലല്ലോ. അത് അന്ന് ഇരട്ട വോട്ടുകൾ, പിന്നെ ഗൾഫിലുള്ളവരുടെ വോട്ടുകൾ ഇവിടെ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കേസ് അവസാനം ഒന്നും ആയില്ല. നമുക്കത് നോക്കിയാൽ മതി. ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിലേക്കൊക്കെ ഇതിൽ വിടുക. ഏതായാലും അവിടെ നല്ല മത്സരമായിരിക്കും. പിന്നെ മുമ്പത്തെ പോലെയല്ല, ബി ജെ പി ഇപ്പോൾ ഓൾ കേരള അടിസ്ഥാനത്തിൽ തന്നെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണെന്ന് ബി ജെ പി. കാരണം അവർക്ക് വോട്ട് മറിച്ചാൽ അവർക്ക് LDF വേണോ UDF വേണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അവർ എത്രത്തോളം വോട്ട് മറിക്കുമെന്നുള്ള കാര്യം അതിനുള്ള ശേഷി ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി. ആ ഒരു ഘട്ടത്തിൽ മുമ്പുള്ളവരുടെ അഡ്വാൻറ്റേജ്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് വേണം നോക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, സുരേന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ കിടപ്പ് കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അത് മോശമാണോ എന്നാണോ? അതെ. അപ്പോൾ നക്ഷത്രങ്ങൾ ഫാക്ടർ ഉണ്ടെന്നാണ് ഇവർ രാഷ്ട്രീയക്കാർ പൊതുവേ ഭയങ്കര ശാസ്ത്രീയതൊക്കെ പറയുമെങ്കിലും പലരും തലയും കൊണ്ടിട്ട് ജ്യോതിശാലയത്തിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിനൊരു അതുപോലെ ഇഞ്ചായിട്ട് നെക്കായി മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് അതും കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. കഴക്കൂട്ടം കൂടി ഉണ്ട്, അതിനെ എങ്ങനെ കാണും താങ്കൾ? അല്ല, കഴക്കൂട്ടം എന്ന് വെച്ചാൽ ഈ മുരളി വളരെ നന്നായിട്ട് ഉഴുത് മറിച്ച മണ്ണാണ്. പക്ഷേ സുരേന്ദ്രൻ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ നാട്ടുകാരനാണ് എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനൊരു പക്ഷേ നിയമത്തെക്കാട്ടും കൂടുതൽ വളരെ കൗതുകപൂർവ്വം കാണുന്ന ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ മുമ്പ് നമുക്കറിയാമല്ലോ, അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് പിന്നെ വാഹിദ് ജയിച്ചാണ്. വാഹിദ് അവിടെയുള്ള ഏറ്റവും പ്രൊഡോമിനൻ്റ് രണ്ട് കമ്മ്യൂണിറ്റി, ഒന്ന് മുസ്ലിംസ് ഉണ്ട്, ഒന്ന് ഈഴവാസുണ്ട്. ഇവരുടെ ഇടയിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. പക്ഷേ പിന്നെ അവിടെ ടെക്നോ പാർക്കൊക്കെ വരിക, അവിടുത്തെ ഡെമോഗ്രാഫിയിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഈ പുറത്തുനിന്ന് പല സ്ഥലത്ത് വന്നിട്ടുള്ള ആളുകൾ, ഈ പുറത്തുനിന്ന് വന്ന IT പോർഷൻസ് അധികം പങ്കു ഒരു BJP കാരായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് പിന്നെ നടന്ന ഇലക്ഷൻസിൽ, ഇപ്പം മുരളീധരൻ എന്ന ഇലക്ഷനിലാണ്, ശോഭാ സുരേന്ദ്രൻ എന്ന ഇലക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കടകംപള്ളിയുടെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം ആ നാട്ടുകാരനാണ് എന്നുള്ളത് മാത്രമാണ് അടുത്ത അഡ്വാൻറ്റേജ്. കടകംപള്ളിയെ പോലെ തന്നെ കടകംപള്ളി സ്കൂട്ടറിൽ എല്ലായിടത്തും എത്തും, മുരളീധരൻ ഒരു ഇന്നോവയിൽ എല്ലായിടത്തും എടുത്തു. അപ്പോൾ അത് പരസ്പരം ക്യാൻസലാണ്. അപ്പോൾ നാട്ടുകാരനും പുറത്ത് വന്ന ഒരാൾ എന്ന രീതിയിലുള്ള മത്സരമാണ്. പക്ഷേ അവിടെയുള്ള കാൻഡിഡേറ്റ്സ് ഡെമോഗ്രാഫി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പുറത്തുനിന്ന് വന്നിട്ട് ഡയസ്പോറ IT പോർഷൻസിനും വലിയൊരു സേ അവിടെ ഉണ്ട്. താങ്കൾ UDF സ്ഥാനാർത്ഥിയെ പറയുന്നതേ ഇല്ല കഴക്കൂട്ടത്ത്? എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടില്ല. അതുകൊണ്ട് ശരി. ശ്രീകുമാർ, ഇതും ഒരു ഘടകമാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ UDF സ്ഥാനാർത്ഥി ഒരു പ്രാധാന്യം അർഹിക്കുന്നയാൾ പോലും അല്ല എന്ന് ശ്രീ ഫക്രുദ്ദീൻ്റെ വിലയിരുത്തൽ. പ്രസാദാണ് അദ്ദേഹം, നിസ്സാരനായ നേതാവല്ല, മുൻ MLA ആയിട്ടുള്ള ആളാണ്. ശരി, പക്ഷേ UDFനോട് ഒരു പ്രസക്തിയേ ഇല്ല എന്നാണ് കോൺഗ്രസിന്. ശരി ശ്രീകുമാർ. അല്ല, നോക്കൂ, ഒരു മണ്ഡലത്തിൽ ആർക്കാണ് പ്രസക്തി എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല മഞ്ജുഷേ. കാരണം രാഷ്ട്രീയ സാഹചര്യം മാറുന്നതനുസരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ശബരിമല വിഷയം കഴക്കൂട്ടത്തെ കാര്യമായ ചർച്ചയുണ്ടായാൽ എന്താണ് അവിടെ മാറ്റം ഉണ്ടാവുന്നൊക്കെ പറയില്ല. ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, ഈ മതേതര വോട്ടുകൾ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. മതേതരം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മറ്റേ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യാത്ത കുറച്ച് പേര്, ചില പുരോഗമന ചിന്തയുള്ളവരെ, അല്ലെങ്കിൽ ഇന്ന മുന്നണി വരണം എന്നുള്ളത്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പിണറായിക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ചേരുന്ന ഒരു കോമൺ പദത്തിന് ഞാൻ പറഞ്ഞൊരു പൊതുചിന്ത എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സ്റ്റാർ വാല്യൂ കൊണ്ടാണ്, നടൻ എന്ന നിലയ്ക്ക് തന്നെ ജയിച്ചത്. പക്ഷെ അദ്ദേഹം, ഞാൻ പറഞ്ഞത് ഷാഹു തെറ്റിച്ചാണ്, അദ്ദേഹം BJP കാരനായിരുന്നു, BJP കാരനായ സിനിമാ നടനാണ്. വോട്ട് കിട്ടിയ സിനിമാ നിലയ്ക്ക് തന്നെയാണ്, സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. ഇപ്പൊ പിഷാരടിക്ക് പാലക്കാട്ട് കൂടുതൽ വോട്ട് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പിഷാരടിയോടുള്ള താരാരാധനയുണ്ട്. എന്താ സംശയക്കാര്യത്തില്? താരാരാധന ഉണ്ടാകും. പിഷാരടി എന്ന താരാരാധനയ്ക്ക് അവിടെ ഒരുപാട് പ്രാധാന്യം കിട്ടും. കാരണം പിഷാരടി വലിയ കുഴപ്പത്തിനൊന്നും പോയിട്ടില്ല.
ആളുകളെ ചിരിപ്പിക്കുന്നു. അദ്ദേഹം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് മാത്രമല്ലല്ലോ, അദ്ദേഹം രാഷ്ട്രീയ ചിന്താഗതിയുള്ള വളരെ പക്വതയായ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും സംസ്കാരവും കലയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മുഖമുണ്ട്. ആ പക്വത നമുക്ക് കേട്ടാ അറിയാതെ. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ BJPക്കുള്ള കേരളത്തിലെ വളർച്ചയെക്കുറിച്ച് ഫക്രുദ്ദീൻ പറഞ്ഞ വളർച്ചയെക്കുറിച്ച് നോക്കൂ. ഫക്രുദ്ദീൻ ഈ 2014 തൊട്ട് 26 വരെ എത്തിയിട്ട് 12 വർഷം എത്തിയിട്ട് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നില്ല. ഫക്രുദ്ദീൻ തൃശ്ശൂരിലത്തെ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തട്ടെ, നമുക്ക് പറഞ്ഞു പോയല്ലോ. ഒരു കാര്യം കൂടിയുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ്. പക്ഷെ ആ മണ്ഡലങ്ങളിൽ ഒന്നും ഈ BJP ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. BJP പോലും അത് സാധ്യതയുള്ളതായി കണക്കാക്കുന്നില്ല, തൃശ്ശൂർ പോലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.